ബട്ടർഫ്ലൈസിൻ്റെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് ട്രിവാൻഡ്രത്തുള്ള പാലോടിലെ ബ്രൂക്സ് ആൻഡ് ബോൾഡേഴ്സിലേക്കാണ്. രാവിലെ 6:30 വണ്ടി വന്നു, റെഡിയായി എല്ലാവരെയും പിക്ക് ചെയ്യാൻ പോകുകയാണ്. Hello. Hi. Good morning. Good morning. Sanju. Ennaadu? Good morning. Baba. Hello. നിങ്ങൾ ട്വിൻസ് ആണോ? Butterflies. Hello. Butterfly. എല്ലാരുണ്ടോ? Butterflies, butterflies. എനിക്ക് കണ്ടുകൂടാ. I'm just checking everybody is there. എത്തിക്കേ. കരിക്കേ. ഐശു. സച്ചു, മിരി, അഞ്ജു, പ്രവീണ, റോഷൻ, അർച്ചന. ഓക്കെ, എല്ലാവരും അയച്ചോളൂ. ഇടയ്ക്ക് വണ്ടി നിർത്തി നമ്മളൊരു കോഫി ടീ ബ്രേക്ക് എടുത്തു. ഏകദേശം നെടുമങ്ങാട് എത്തിയില്ല, അതിന് മുന്നേ ആയിരുന്നു. വി ടുക്ക് എ 5-10 minutes ടീ ബ്രേക്ക്. പ്രവിക്കും റോഷനും അഞ്ജൂസിനും എന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 16-ാം കല്ലിൽ ഒരു ഷോപ്പിൻ്റെ അവിടെ നിർത്തി. ചെരുപ്പോ തൊപ്പിയോ എന്തൊക്കെയാണ്. ആക്ച്വലി ഇറ്റ്സ് ഏർലി മോർണിംഗ് ആൻഡ് ആ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 8:30 എങ്ങാണ്ടേ കഴിഞ്ഞിട്ടുള്ളായിരുന്നുള്ളൂ. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വരുന്നുണ്ട്. വി ആർ ലിറ്ററലി വെയിറ്റിംഗ് ടു ഡ്രിങ്ക് സംതിങ്. റിസോർട്ടിൻ്റെ മാനേജർ മിസ്റ്റർ സയ്യിദ്. Girls, butterflies. Thank you. Take your drinks. Okay. എല്ലാം വെൽക്കം ഡ്രിങ്ക് എടുക്കുവാണ്. Watermelon juice. ഞാൻ എടുക്കാം. നമ്മുടെ cheers ഒക്കെ കിട്ടില്ല. Cheers. അതാ തീർന്നു. Okay. അത് എന്റെയിലായിരിക്കും. I don't know. Yeah. Cheers. അതെ. Butterflies. Cheers. Butterfly, butterfly. Where are you going? We are going to the pool soon. Video ആണ്, കുഴപ്പമില്ല. നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി. Butterflies, butterflies. Where are you going? We are going to the pool.
ഈ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാച്ചുറൽ ഫൗണ്ടെയിനാണ്. പക്ഷേ സമ്മർ ടൈം ആയതിനാൽ അത് ടോട്ടലി ഡ്രൈഡ് ഔട്ടായിരുന്നു. ഞാൻ ബട്ടർഫ്ലൈസിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഇവിടെ വരാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. കോപ്പിറൈറ്റ് പോയില്ലല്ലോ. ഇവിടുത്തെ പൂള് നാച്ചുറൽ വാട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പൂളിലാണ് സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഫ്ലോട്ടിങ് മെയിനായിട്ട് അവിടെ എല്ലാവർക്കും ഫ്ലോട്ടിങ് ക്ലാസ് ആയിരുന്നു. നിങ്ങൾ ഐശ്വര്യയുടെയും സരികയുടെയൊക്കെ വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം വാട്ട് ഈസ് എക്സാക്ട്. ഈ റിസോർട്ടിൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഒരു തവണ ഓൾറെഡി വന്നതാണ്. ഇപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ്. അവൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബട്ടർഫ്ലൈസ് ഓൾമോസ്റ്റ് 3 to 4 hours ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. കാരണം അത്ര നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു അവിടെ. ഗെയിംസും റീൽസ് എടുക്കലും പിന്നെ ഫ്ലോട്ടിങ്ങും ഒക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഫൗണ്ടെയിൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി. അവിടെ നമ്മൾ അത്രയും നേരം സ്പെൻഡ് ചെയ്തു. ഫ്ലോട്ടിങ്ങും വെള്ളത്തിൽ നിന്ന് ആരും ഇറങ്ങുന്നില്ല. വിശപ്പൊക്കെ അടിച്ച് തുടങ്ങി, എന്നിട്ട് പോലും വീണ്ടും വെള്ളത്തിൽ തന്നെയായിരുന്നു. കാരണം അത്ര ഒരു നാച്ചുറൽ സറൗണ്ടിങ്സ് ആണ് അവിടെ കംപ്ലീറ്റ്ലി. ഈ പൂളിൽ നിന്ന് നമ്മൾക്ക് മൗണ്ടെയിൻ വ്യൂസ് ആണ് ചുറ്റുപാടും. എങ്ങോട്ട് നോക്കിയാലും മലകളാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര റിച്ച് ഇൻ നേച്ചറാണ്. ബേർഡ്സിൻ്റെ സൗണ്ടും ഗ്രീൻസും ഒക്കെ ആയിട്ട്. അപ്പം നല്ലൊരു കംപ്ലീറ്റ്ലി ചൂടാണെങ്കിൽ പോലും കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. അഞ്ജു, മേരി സെറ്റല്ലേ? ട്രക്കിന് നല്ല പ്രാക്ടീസ് ആയിരിക്കും. We are going for walk. ആനയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു സീനയും അശ്വതിയും. അങ്ങനെ നമ്മൾ ആനയെ കാണാൻ വേണ്ടി. റോഷൻ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ പറഞ്ഞ റോഷൻ സൂപ്പറായി, അതുകൊണ്ടാണ് റോഷൻ വീഴാൻ പോയത്. ഓ കമറോൺ ലേഡി സൂപ്പർ സ്റ്റാർ. 2 അടി താഴ്ച പോലും ഇല്ല. ഇവിടെ പാലം പോലും കണ്ടില്ല. ഗായ്സ്, നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു. എന്തോ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത്. ഏതാണ്ട് ഞാൻ ദ്വാരകയിൽ എത്തിയ പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം ബട്ടർഫ്ലൈസ് വാക്ക് അറൗണ്ട് നടത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മീൻസ് അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. കുറച്ച് കയറി ഇറങ്ങി, അങ്ങനെ ക്ലോസ് ടു ഹിൽ ഏരിയാസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന ഏരിയാസ് എല്ലാം റെയിനി സീസണിൽ ഭീകരമായ വാട്ടർഫാൾസ്. അതായത് ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല. ഈ നടക്കാൻ പോയിട്ട് നമ്മൾക്ക് ഈ ഏരിയാസിലൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കാൻ പോയത്. ഇത് സമ്മർ ടൈം ആയതുകൊണ്ട് ഇവിടെ തീർത്തും വെള്ളമില്ല. അവിടെ അങ്ങോട്ട് ഇറങ്ങണ്ട. അവിടെ നല്ലൊരു
ഇതുപോലുണ്ട്. അത് ഇടുക്കി ഓണാക്കി. ഇവിടെയും നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കാരണം മഴ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളമാണ്. ഏകദേശം നമ്മൾ റിസോർട്ടിൽ നിന്നും ഒരു അരമണിക്കൂർ നടന്നിട്ടുണ്ടാവും. വയൽ വഴി നടന്ന് പിന്നെ കുറച്ച് കയറ്റത്തിലൂടെ കയറി പിന്നെ പാറകൾ കൂടെ കയറി ഇവിടെ എത്തിയത്. ആണല്ലേ. അതെ, പക്ഷെ ഇതാരും ഫോളോ ചെയ്യരുത്. ഏകദേശം 5 മണി കഴിഞ്ഞു നമ്മൾ അവിടുന്ന് തിരിക്കുമ്പോൾ. ശരിക്കും ബ്രൂക്സ് ആൻഡ് ബോൾഡേഴ്സ് നല്ലൊരു റിലാക്സേഷൻ തന്നെയാണ് ഈ ഒരു ദിവസം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. We will come again with new travel stories. Thank you all. അഖിലേ, താങ്ക് യു സോ മച്ച്. അഖിലാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ബട്ടർഫ്ലൈസ്, how was the trip? ഒരു ഭയങ്കര ഒരു ഗുമ്മില്ലല്ലോ ബട്ടർഫ്ലൈസ്. ടയേർഡാണ് എന്നാലും how was the trip butterflies? മീനാക്ഷിയുടെ മോളെ എന്ത് മിണ്ടാത്ത, അർച്ചനെ കാണാനില്ല. അർച്ചന പിണങ്ങി. ഞങ്ങൾ അമ്മയെ പ്രൊട്ടക്ഷൻ വെള്ളം